നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ പുതുവർഷത്തെക്കുറിച്ച് ആണ് പറയാൻ പോണേ. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പുതുവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെയാണ്. ജ്യോതിഷ മാസം ആരംഭിക്കുന്നത് മേടമാസം തൊട്ട് മീനമാസം വരെയാണ്. അല്ലാതെ പുതുവർഷം എന്ന് നമ്മൾ ആചരിച്ച് പോണ ജനുവരി മാസം തൊട്ട് ഡിസംബർ മാസം വരെയാണ്. അപ്പോൾ മലയാളികളുടെ പുതുവർഷം വരികയാണ്. 1199 ആണ്ട് തീർന്ന് 1200 ആണ്ട് തുടങ്ങുകയാണ്. അതായത് ഒരു നൂറ്റാണ്ട് ആരംഭിക്കുകയാണ്. 1200 ആണ്ട് ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നോക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ. അതിൽ ചിങ്ങരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ചിങ്ങരാശി എന്ന് പറയുമ്പോൾ 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് ഒരു രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം. മകവും ഉത്രത്തിക്കാലും ചേർന്നതാണ് ചിങ്ങരാശി. ഈ രാശിക്കാർ, ഈ 2.25 നക്ഷത്രക്കാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ പുതുവർഷം വളരെ ദോഷപ്രദമാണോ എന്ന് ചോദിച്ചാൽ അല്ല, വളരെ ഗുണപ്രദമാണോ എന്ന് ചോദിച്ചാലും അല്ല. അതായത് സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ തരുന്ന വർഷമാണ്. ഒന്ന്, നമുക്കിപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയുടെ ബന്ധമുണ്ട്. അടുത്ത് ശനി മാറുന്നതും അഷ്ടമത്തിലേക്കാണ്, 8ലേക്കാണ് മാറണേ. അപ്പോൾ ശനിയുടെ ബന്ധം ഈ വർഷത്തിൽ ഫുള്ളായിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാഴം സഞ്ചരിച്ചെത്തുന്നത് 10ലാണ്. അതാണ് അവിടെ ശനി ദുഃഖഫലത്തെ പ്രദാനം ചെയ്ത് തരുമെങ്കിലും സുഖഫലത്തെ പ്രദാനം ചെയ്യുന്ന വ്യാഴം നമുക്ക് 3ലോ 6ലോ 8ലോ 12ലോ അല്ല, 10ൽ നിൽക്കുന്ന വ്യാഴമാണ്. കർമ്മഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ വ്യാഴം നമുക്ക് അനുകൂലപ്രദമായി നിൽക്കുന്നത് കൊണ്ടാണ് സുഖഫലത്തെ പ്രദാനം ചെയ്തു തരും. എന്ന് വെച്ചിട്ട് തടസ്സമുണ്ടോ എന്ന് ചോദിച്ചാൽ തടസ്സമുണ്ട്. അപ്പോൾ നല്ലതല്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും അശ്രദ്ധ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് കർമ്മമേഖല പുഷ്ടിപ്പെടുമെങ്കിലും തടസ്സം എല്ലാ ഭാഗത്തു നിന്നും വരാം. കാരണം 7ൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യാഴം ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 10ൽ വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപ്പോൾ ദാമ്പത്യ ജീവിതം വളരെ സൂക്ഷിക്കണം. ചെറിയ ചെറിയ അസ്വസ്ഥതകളും അതൃപ്തിയൊക്കെ കുടുംബത്തിനകത്തുണ്ടായാൽ, പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടായാൽ അതങ്ങ് സോൾവ് ചെയ്ത് പോകണം. നമ്മളുടെ ദോഷം കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഈ സമയത്ത് നമ്മൾ അതിൽ കൈവച്ച് വഷളാക്കിയാൽ നമുക്ക് തന്നെ ദോഷപ്രദമായി തീരും. അപ്പോൾ നമുക്ക് പിന്നെ തിരിച്ച് പിടിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇവിടെ ചെറിയ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോകണം കുടുംബത്തിനകത്ത്. പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ച ഉണ്ടാകാൻ ഇടവരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ സ്നേഹത്തിന് തന്നെ കുറവുണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ. മറ്റൊന്ന്, ജോലി കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരുടെ അതൃപ്തിക്ക് പാത്രീഭവിക്കും. അപ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ആ ഭാഗത്തുനിന്ന് നമുക്ക് വന്നു ചേരാം. അപ്പോൾ ജോലി വിട്ട് വേറെ ജോലിക്ക് ശ്രമിക്കുന്നവരും ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ജോലിയൊക്കെ കിട്ടാം,
പക്ഷേ എങ്കിലും നമ്മൾ അശ്രദ്ധ ഒഴിവാക്കി വേണം ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പരാജയം ഒഴിവാക്കാം. അല്ലെങ്കിൽ ജോലിയിലും ടെൻഷനും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാം. സാമ്പത്തികമായും വലിയ മെച്ചപ്പെട്ട അവസ്ഥകളൊന്നും വരുന്ന സമയമല്ല. ഇപ്പോൾ സാമ്പത്തിക നഷ്ടം വലുതായിട്ട് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതും ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. ഇതൊക്കെ നമുക്ക് ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ, ഈ രാശിക്കാർക്ക് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലപ്രകാരം വരുന്നു എങ്കിലും ജാതകത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് സമയം നിൽക്കുകയാണ്, ബെസ്റ്റ് അപകാരം നിൽക്കുകയാണ്. ഇതിനെ എല്ലാം മാറ്റിമറിച്ച് കൊണ്ടുപോകാനുള്ള ശക്തി അതിനുണ്ട്. ഇത് നമ്മളൊരു രാശിക്കാർക്ക് ഉള്ള ഫലം പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ജാതകാൽ ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട അവസ്ഥാവിശേഷം നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് എഫക്റ്റ് ചെയ്യാതെ പോകുന്നതായും കണ്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ വരും, നമ്മൾക്ക് കോമൺ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പോകണം. നമുക്ക് ചീത്ത സമയമായാലും നല്ല സമയമായാലും കുറച്ച് ശ്രദ്ധിച്ച് പോയാൽ നമുക്കിതൊക്കെ ഒഴിവാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ്. ഒഴിവാക്കാതെ വാശിയും വൈരാഗ്യവും കാണിക്കുകയാണെങ്കിൽ അത് വലിയ വിപത്തുകളിലേക്ക് കലാശിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മളിടുമ്പോൾ നിങ്ങളിലേക്ക് യഥാസമയത്ത് എത്തിച്ചേരാൻ. അതുപോലെ മറ്റുള്ളവരിൽ കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഇതുപോലെ എന്തെങ്കിലും അപകടങ്ങളിൽ പെടാതെ ഓരോരുത്തരെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് ഒരു ബോധവൽക്കരണം പോലെ നമ്മളിവിടെ യാത്രയിൽ, ജീവിതയാത്രയിൽ നമുക്കൊരു മുന്നറിയിപ്പായി വരും. അപ്പോൾ എല്ലാവർക്കും, ഈ രാശിക്കാർക്കെല്ലാം നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.